മാമുക്കോയ. ഓർമ്മ. രചന താഹ മാടായി. ശബ്ദം നൽകുന്നത് ഭാസ്കരൻ ചേലേമ്പ്ര. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിറ്റെൽ ആൻഡ് DC ബുക്സ് 2021, എ DC ബുക്സ് പ്രൊഡക്ഷൻ. ഭാഗം 1. ബഷീർ ഓർമ്മകൾ. അധ്യായം 1. മരച്ചുവെട്ടില്. ഞാൻ സിനിമയിലേക്ക് വരാനുള്ള കാരണം ബഷീർക്ക, അതായത് വൈക്കം മുഹമ്മദ് ബഷീർ ആയിരുന്നു. എസ് കോന്നനാട്ട് എന്ന പഴയ സിനിമാ ആർട്ട് ഡയറക്ടർ ബഷീർ ഖാന്റെ ശിഷ്യനായിരുന്നു. പഴയ പുരാണ കഥകളുടെയൊക്കെ കലാസംവിധാനം ഈ കോന്നനാട്ട് സ്വാമിയേട്ടനായിരുന്നു. കോന്നനാട്ട് സ്വാമിയേട്ടന്റെ അസിസ്റ്റന്റുമാരായിരുന്നു IV ശശിയും ഹരിഹരനുമൊക്കെ. സ്വാമിയേട്ടൻ കോഴിക്കോട്ടുകാരനാ. മലങ്കാവായിരുന്നു മൂപ്പരുടെ വീട്. സ്വാമിയേട്ടൻ PA മുഹമ്മദ് കോയ മുഷ്താഖ് എന്ന പേരിൽ സ്പോർട്സ് ലേഖനവും എഴുതിയിരുന്ന ആളാണ്. സുറുമയിട്ട കണ്ണുകൾ എന്ന നോവൽ സിനിമയാക്കാൻ തീരുമാനിച്ചു. കോഴിക്കോടൻ സംഭവങ്ങളാണ് ആ നോവലിന്റെ കഥ. കോഴിക്കോട് തന്നെയായിരുന്നു സിനിമയുടെ ലൊക്കേഷനും. ഷൂട്ടിംഗ് തുടങ്ങുന്ന ദിവസം ഗുരുവിന്റെ അടുത്തു ചെന്ന് അനുഗ്രഹം വാങ്ങണം എന്ന് പറഞ്ഞ് സ്വാമിയേട്ടൻ ബേപ്പൂര് ബഷീർ ഖാന്റെ വീട്ടിൽ പോയി. സ്വാമിയേട്ടൻ അനുഗ്രഹം വാങ്ങാനെത്തുന്ന ആ സമയത്ത് ഞങ്ങൾ കുറച്ചുപേർ മാങ്കോസ്റ്റിൻ ചുവട്ടിലുണ്ടായിരുന്നു. അന്നെല്ലാവരും ബഷീർ ഖാന്റെ മരച്ചോട്ടിൽ ഒന്നിച്ചു കൂടും. കുറേ നേരം കഥകളൊക്കെ പറഞ്ഞ് ചായ കുടിച്ച് പിരിയലാ പതിവ്. സ്വാമിയേട്ടൻ വന്നപ്പോ ബഷീർക്ക പറഞ്ഞു, "ഇത് കോഴിക്കോടൻ കഥയാ. ഈ സിനിമയില് മാമുക്കോയെ ചൂണ്ടി ഇവനൊരു വേഷം കൊടുക്കണം." ഗുരു പറഞ്ഞതുപോലെ സ്വാമിയേട്ടൻ തലകുനിച്ചു. "ഷൂട്ടിംഗ് തുടങ്ങിയാൽ മാമു അങ്ങോട്ട് വന്നാ മതി." PA മുഹമ്മദ് കോയ എന്നെ ഓർമ്മിപ്പിച്ചു. രണ്ടുപേരും ബഷീർ ഖാന്റെ അനുഗ്രഹം വാങ്ങി തിരിച്ചുപോയി. അന്ന് കഥ പറഞ്ഞ് ചായ കുടിച്ച് പിരിയുമ്പോ ബഷീർക്ക ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു, "എടാ, അവര് വിളിക്കുമ്പോൾ നീ ചെല്ലണം കേട്ടാ." പറഞ്ഞ പോലെ ഞാൻ ലൊക്കേഷനിൽ പോയി. സത്യത്തിൽ എനിക്ക് തരാൻ വേഷങ്ങളെന്ന് പറയാൻ പറ്റിയ ഒന്നുമില്ല. അതിൽ KP ഉമ്മർ ഒരു അറബിയാണ്. അറബിക്കല്യാണവും സംഭവങ്ങളുമൊക്കെയാണ് കഥ. ഇതില് അറബിക്ക് പോവാനും വരാനും ഒരു കുതിരവണ്ടിയുണ്ട്. നമ്മളൊരു സുഹൃത്തുണ്ട്, ഒരു കൃഷ്ണൻകുട്ടി. നമ്മളോടൊപ്പം നാടകത്തിൽ അഭിനയിക്കണ ആളാ. അതില് മാറ്റിവെച്ച ഒരു വേഷം ഈ കുതിരവണ്ടിക്കാരൻ്റേതായിരുന്നു. അത് കൃഷ്ണൻകുട്ടിക്ക് കൊടുത്തു. പിന്നെ എനിക്ക് തരാൻ ഒരു വേഷവുമില്ലാണ്ടായി. സ്വാമിയേട്ടനാണെങ്കിൽ ബഷീർ കാക്കി, അതായത് ഗുരുവിന് വാക്ക് കൊടുത്തും പോയി. അവസാനം ഒരു വേഷം കണ്ടുപിടിച്ചു. കുതിരയ്ക്ക് പുല്ലിട്ട് കൊടുക്കുന്ന ഒരാളായി നിന്നാൽ മതി. എന്നാൽ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നെല്ലിക്കോട് ഭാസ്കരേട്ടനും ബഹദൂർ കാക്കും എന്നോട് സഹതാപം തോന്നി. അവരുമായിട്ട് ഞാനന്ന് നല്ല പരിചയത്തിലാ. അറബിക്ക് പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന ബ്രോക്കറാണ് ഭാസ്കരേട്ടൻ. ബഹദൂർക്ക പെണ്ണിന്റെ ബാപ്പയും. ബഹദൂർക്ക സ്വാമിയേട്ടനോട് പറഞ്ഞു, "മാമൂനെ എങ്ങനെയെങ്കിലും കുറച്ച് സീനിലേക്ക് കയറ്റണം." അങ്ങനെ അവരോടൊപ്പം ഒരു ഹോട്ടലിൽ ഒന്നിച്ചിരുന്ന് ചായ കുടിച്ച് വർത്താനം പറയുന്ന കുറച്ച് സീൻ കിട്ടി. കുറച്ച് ഡയലോഗും. അത് ഞങ്ങൾ വീതിച്ചെടുത്തു. ഈ സിനിമയിലാണ് വിജയരാഘവൻ ഹീറോ ആയിട്ട് വരുന്നത്. സത്യത്തില് ഇതിനു മുമ്പേ ഒരു സിനിമയിൽ ഞാൻ അഭിനയിച്ചിരുന്നു. നിലമ്പൂർ ബാലേട്ടന്റെ അന്യരുടെ ഭൂമി എന്ന സിനിമയിൽ. അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിരുന്നു. അതാളുകൾ കൂടുതൽ കണ്ടിട്ടൊന്നുമില്ല. നൂൺ ഷോ ആയി അവിടെ ഇവിടെയൊക്കെ കളിച്ച് അങ്ങനെ പോയി. അതിലൊരു നല്ല വേഷമായിരുന്നു, നിഷേധിയായിട്ടുള്ള ഒരാൾ. പക്ഷേ അവാർഡ് പടമായതുകൊണ്ട് എന്നെ ആരും കണ്ടില്ല. ഇതിലൊക്കെ അഭിനയിക്കുമ്പോഴും ഞാൻ കല്ലായിയിലെ പണിയും നാടകത്തിലെ അഭിനയവുമൊക്കെയായി നടക്കുന്നുണ്ടായിരുന്നു. അധ്യായം 2. ബഷീർക്ക എന്ന അനുഭവം. ബഷീർക്ക ഭയങ്കര രസികനായിരുന്നു. ഏത് മൂഡിൽ നമ്മൾ ചെന്നാലും മൂപ്പര് അതൊക്കെ കേട്ട് തമാശ പറഞ്ഞ് സമാധാനിപ്പിക്കും. വളരെ സീരിയസ് ആയിട്ടൊക്കെ കേൾക്കും. നമ്മളുടെ ബുദ്ധിമുട്ടായിരിക്കും കേൾക്കുന്നത്. എന്നാൽ ബഷീർ ഖാന്റെ മറുപടി നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്തതായിരിക്കും. നമ്മൾ ബഷീർ ഖാനോട് വായ്പയൊക്കെ വാങ്ങാറുണ്ട്. വായ്പയുടെ ആവശ്യം സ്ഥിരജീവിതമായി നടക്കുന്നവരായിരുന്നു അന്നത്തെ ആളുകൾ. ബഷീർ ഖാന്റെ അടുത്ത് ചെന്നാൽ 4 കാര്യങ്ങൾ കിട്ടും: അനുഗ്രഹം, കഥ, ചായ, വായ്പ.
Sample complete. Ready to continue?